ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. ഇനി ചോറ് മിച്ചം വന്നാൽ എന്ത് ചെയ്യണമെന്നോർത്ത് ആരും വിഷമിക്കേണ്ട. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് ഓവർ റൈസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻറ്റ് ഇഡലിയുടെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇഡലി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇന്നലെ ഒരു സദ്യ ഉണ്ടായിരുന്നു, അതിന് കുറച്ച് ചോറ് മിച്ചം വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇഡലി ഉണ്ടാക്കാമെന്ന്. ഇനി ആ ചോറ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു സ്മൂത്ത് പേസ്റ്റാക്കി വേണം അരച്ചെടുക്കാനായിട്ട്. ചോറ് ഞാനിവിടെ അരച്ചെടുത്തു. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയും ഇതിലേക്ക് 1 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് തൈരാണ്. ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്കോ തവിയോ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാവെല്ലാം ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തു. ഒരല്പം വെള്ളം കൂടെ വേണമെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പം ചേർക്കുന്നില്ല. ഇഡലി പുഴുങ്ങാൻ നേരം വേണമെങ്കിൽ ചേർക്കാം. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരുപാട് സമയമൊന്നും വയ്ക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റൻറ്റ് ഇഡലിയാണെന്നുള്ളത്. അതാണ് ഇതിൻ്റെ പ്രത്യേകതയും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനി നമുക്കൊരടപ്പ് വെച്ച് അടച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇഡലിയുടെ മാവ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇത് നല്ലതായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഒരല്പം വെള്ളം കൂടെ ആവശ്യമുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നു. വെള്ളം കൂടുതലാകരുത്. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഇഡലി പൊങ്ങി കിട്ടത്തില്ല. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇഡലി കോരി ഒഴിക്കുന്നതിന് വേണ്ടി ഒരു അപ്പച്ചമ്പിൻ്റെ തട്ടിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. മയം പുരട്ടിയ തട്ടിലേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. ഇതിനി പ്രീഹീറ്റ് ചെയ്ത് അപ്പച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്ത തട്ടിലും കൂടെ ഇതുപോലെ മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. ഇനിയും ഈ അപ്പച്ചമ്പ് അടച്ചു വെച്ച് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. നമ്മുടെ ഇഡലി ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് വാങ്ങി വയ്ക്കാം. മിച്ചം വന്ന ചോറ് കൊണ്ടുണ്ടാക്കിയ ഇഡലിയാണ്. കണ്ടത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. 1 മണിക്കൂർ മതി ഇത് ഫുൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് തണുത്തു. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഓവർ റൈസ് കൊണ്ടുള്ള ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ല സോഫ്റ്റാണ്, അതുപോലെ ടേസ്റ്റിയുമാണ്. ഇനിയും ചോറ് മിച്ചം വന്നാൽ ആരും വെറുതെ കളയരുത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി കാണും വരേക്കും ബൈ ബൈ. താങ്ക് യു.